യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. പിതാവായ ദൈവം സമൃദ്ധമായിട്ട് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 145 സങ്കീർത്തനം 1 തിരുവചനം. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. രാജാവായ ദാവീദ് തൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് രചിച്ച ദൈവവചന ഭാഗമായത്. രാജാവായിരുന്നിട്ട് പോലും ദൈവത്തെ എൻ്റെ രാജാവായിട്ട് പ്രഖ്യാപിക്കുവാനും ആ ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തുവാനും ദാവീദ് കാണിക്കുന്ന ആ സ്നേഹം നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടതാണ്. നമ്മൾ എത്ര ഉയർച്ചയിലേക്ക് കയറിയാലും, നമ്മൾ എന്തെല്ലാം നേടിയാലും, നമ്മുടെ ദൈവത്തിൻ്റെ നാമം, ക്രിസ്തുവിൻ്റെ നാമം എന്നേക്കും വാഴ്ത്തുവാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ സമയം കണ്ടെത്തുന്നത് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ്. സങ്കടങ്ങളും ഇല്ലായ്മകളും ദാരിദ്ര്യവും വരുമ്പോൾ ദൈവത്തെ വിളിക്കുന്ന നാവ് സമ്പത്തും അനുഗ്രഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ദൈവത്തെ വിളിക്കുവാൻ സമയമില്ലാതെ പോകുന്നു. എന്നാൽ രാജാവായ ദാവീദ് പറയുകയാണ്, എൻ്റെ ദൈവവും എൻ്റെ രാജാവുമായ അങ്ങയുടെ നാമത്തെ സ്തുതിക്കും ഞാൻ. മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് സ്തുതിക്കുവാൻ സാധിക്കുമോ? ദൈവമാണ് ഇതെല്ലാം എനിക്ക് തന്നതെന്ന് പ്രഘോഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങളിൽ കർത്താവ് സംപ്രീതനാകും. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം സമൃദ്ധമായിട്ട് തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം നിറഞ്ഞൊരു ദിവസമായി മാറട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അവരെല്ലാവരും ഏകദൈവമായ ക്രിസ്തുവിനെ അറിയുവാൻ ദർശനങ്ങളാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവരെ ഓരോരുത്തരെയും ദൈവം തൻ്റേതാക്കി മാറ്റുവാൻ ഈ ദിവസം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തലവന്മാർ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകരക്ഷകനും സമാധാനപ്രിയനുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.